അസ്സലാമു വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട ബജിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെയുള്ള ചമ്മന്തിയും കൂട്ടിയിട്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ 2 കപ്പോളം നമ്മളെ കടലപ്പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ 1/4 കപ്പ് മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതാ ഒരു 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊക്കെ ഉടച്ച് നന്നായിട്ട് കൈ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം നമ്മുടെ അപ്പസോഡയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്ന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഞാൻ ഒരു 5 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പകുതി ആക്കിയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചൂടെണ്ണയിലോട്ട് ഓരോ മുട്ടയുടെ പകുതിയും ഡിപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട ബജി റെസിപ്പി ഇതാ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ ചായ വെക്കുമ്പോഴേക്കും നമ്മുടെ ബജി റെഡിയാവും. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മുട്ടയും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം നമ്മുടെ മുട്ട ബജിയൊക്കെ ഉള്ള നമ്മുടെ ചമ്മന്തിയോട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തന്നെ 1 കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉണക്കമുളകില്ലേ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളി, പിന്നെ ഒരു കുഞ്ഞ് പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും, പിന്നെ ഒരു 1/4 കപ്പോളം തന്നെ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട ബജി ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്തങ്ങ് കഴിക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്ന സക്കീർ.